റിയൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്യുമ്പോൾ വചനം എഴുതിയിരിക്കുന്നത് അബ്രഹാം അത് വിശ്വസിച്ചു, അത് നീതിയായി കണക്കിട്ടു. എത്ര വാഗ്ദത്തങ്ങൾ അബ്രഹാമിനോട് പറഞ്ഞു എന്നുള്ളതല്ല, താൻ പറഞ്ഞതെല്ലാം താൻ വിശ്വസിച്ചു എന്നവർ. പക്ഷെ തനിക്ക് വിശ്വസിക്കാൻ ഒക്കുന്ന സാഹചര്യങ്ങളായിരുന്നില്ല. ശ്രദ്ധിക്കണമേ, നിന്നെ ഞാൻ ബഹുജാതികൾക്ക് പിതാവാക്കി വെക്കുമെന്നും നിന്റെ തലമുറ ഇവണ്ണമാകുമെന്നും തനിക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. വചനം പറയുന്നു, താൻ ആശയ്ക്ക് വിരോധമായി ആശോ വിശ്വസിച്ചു. അപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളോട് പറയുന്ന വാഗ്ദത്തങ്ങൾ, ദൈവം എങ്ങനെ നമ്മളോട് പറയുന്നത്? ദൈവവചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും. ദൈവികമായ കൂട്ടായ്മയിലൂടെ നാം നടക്കുമ്പോൾ ദൈവം നമ്മളോട് ഇടപെടും. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ, വചനം ധ്യാനിക്കുമ്പോൾ, അല്ലെ ദൈവിക വരങ്ങളുള്ളവർ, നമുക്കറിയാം ആത്മാവിൽ ഒരു ഡിസേൺമെൻറ്റ് അല്ലെങ്കിൽ വെളിപ്പാടുകളുള്ളവർ ചിലപ്പം നമ്മളോട് സംസാരിക്കും. അതൊക്കെ നമുക്ക് ദൈവശബ്ദമായി റീമയായി നമുക്ക് വെളിപ്പെടും. ചില ഘട്ടങ്ങളിൽ ഞാൻ പെട്ടെന്ന് യൂട്യൂബ് ഓൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചിലരുടെ മെസ്സേജ് ആയിരിക്കും, അല്ലെ ചില ദൈവദാസന്മാർ ഭാഷ ഇങ്ങനെ എന്നോട് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ചില കാര്യങ്ങൾ നമ്മളിൽ വലിയ പ്രകാശമായിട്ട് വരും. അപ്പം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, പരിശുദ്ധാത്മാവിൽ എപ്പോഴൊക്കെ നാം ദൈവസന്നിധിയിൽ വന്നാലും ആ വാഗ്ദത്തങ്ങൾ എൻ്റേതാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അവൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം ക്രിസ്തുവിൽ ഊവെന്നാണ്. അത് നാം വിശ്വസിക്കണം. നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. നമ്മുടെ വിശ്വാസം, നമ്മുടെ ജഡികമായ വിശ്വാസങ്ങൾക്ക് സംശയങ്ങൾ വരാം. ദൈവത്തിൻ്റെ വിശ്വാസമുണ്ട്. അതാ വചനം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. ദൈവത്തിൻ്റെ വിശ്വാസം, ആ വിശ്വാസമാണ് നാം യേശുവിനെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പകർന്ന്, ആ വിശ്വാസമാണ് കടുകുമണിയോളമുള്ള വിശ്വാസം. ആ വിശ്വാസമുള്ള മലകളോട് നീങ്ങി പോകാൻ പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ദൈവം നമ്മളോട് പറഞ്ഞ സ്വപ്നങ്ങളെല്ലാം, ദൈവം നമ്മളോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം നിവർത്തിക്കപ്പെടാൻ കാരണമാകും. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ ബുദ്ധിയിൽ ചിന്തിക്കുന്നതിന് പകരം ദൈവം പറഞ്ഞത് ബുദ്ധിക്ക് നോക്കുമ്പോൾ എല്ലാം അസാധ്യമാണെങ്കിലും ദൈവം അത് ചെയ്യുമെന്നുള്ളൊരു വിശ്വാസങ്ങൾ ഹൃദയത്തിലേക്ക് വരട്ടെ. അത് പ്രവൃത്തി പദത്തിൽ അത് വെളിപ്പെടും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷകൾക്ക് അനുഗ്രഹമാണെങ്കിൽ ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ദൈവം അനുഗ്രഹിക്കട്ടെ.